ഡിയർ സ്റ്റുഡൻസ്, നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിൽ +2 അക്കൗണ്ടൻസി പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് ഫസ്റ്റ് ചാപ്റ്റർ അതിലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേഷൻസ് നോക്കാം. ക്വസ്റ്റ്യൻ: അനുപം ആൻഡ് അഭിഷേക് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. റേഷ്യോ 3:2 ആണ്. 2 partners are there. Then the capital accounts showed balance of rupees 1,50,000 and rupees 2,00,000. ഇവരുടെ ക്യാപിറ്റൽ ബാലൻസുകൾ 1,50,000 അതുപോലെ 2,00,000 റുപ്പീസ് ഉണ്ട്. ദെൻ ഷോ ദ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫോർ ദി ഇയർ എൻഡഡ് December 31. നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് ഇവർ 4 കേസ് തന്നിട്ടുണ്ട്. നമുക്ക് ഓരോ കേസുകളും ഡീറ്റെയിൽസ് സ്റ്റഡി നോക്കാം. ഇതിൽ ഫസ്റ്റ് കേസ് പറയുന്നത്, ഇഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇസ് സൈലന്റ് ആസ് ടു ദ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ദ പ്രോഫിറ്റ് ഫോർ ദി ഇയർ rupees 50,000. ക്വസ്റ്റിനെ പറയുന്നത് എങ്ങനെയാണ്, ഇവിടെ ഒരു 50,000 രൂപ പ്രോഫിറ്റും ഉണ്ട്, പക്ഷേ പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലൻ്റ് ആണ്, അതായത് ഡീഡിൽ മെൻഷൻ ചെയ്തിരുന്നില്ല. നമ്മളൊരു ക്ലോസ് പഠിച്ചിട്ടുണ്ട്, ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറയുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും ഒരു പാർട്ട്നേഴ്സിനും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പാടില്ല. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ബിക്കോസ് ഇഫ് ദ ഡീഡ് നത്തിങ് മെൻഷൻ ഇൻ ദ ഡീഡ്, പാർട്ട്ണർഷിപ്പ് ഡീഡ് നമ്മൾ എന്താ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പാടില്ല. ദാറ്റ്സ് എ ഫസ്റ്റ് കേസ്. Then second one, if a partnership deed provides for interest on capital at the rate 8% per annum and the firm incurred a loss of rupees 10,000 during the year. ഇതിൽ ഡീഡിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് നമ്മൾക്കൊരു 8% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാം, പക്ഷേ ആ സ്ഥാപനത്തിന് ലോസാണ്, 10,000 റുപ്പീസ് ലോസ് ആ വർഷമുണ്ട്. അപ്പോൾ അടുത്ത കേസ് പറയുന്നത്, അവിടെ നമുക്കൊരു ക്ലോസ് വരുന്നുണ്ട്, നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് കേസ് ദാറ്റ് ഷുഡ് ബി മെൻഷൻഡ് ഇൻ ദ പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഒന്നത് ഡീഡിൽ പറഞ്ഞിരിക്കണം, അതുകൂടാതെ ആ ഫേമിൽ ആവശ്യത്തിന് പ്രോഫിറ്റും ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഈ കേസിലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പാടില്ല, ചാർജ് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ലോസാണ്. സോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കേസ് നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സെക്കൻഡ് കേസ് ഓൾസോ നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബിക്കോസ് ദർ ഇസ് നോ സഫിഷ്യൻറ്റ് പ്രോഫിറ്റ്, ബിക്കോസ് ദർ ഇസ് എ ലോസ്. ദെൻ തേർഡ് കേസ് പറയുന്നത്, if the partnership deed provides for interest on capital at the rate 8% per annum and the firm earned a profit rupees 50,000 during the year. ഇതിൽ ഫേമിന് 50,000 രൂപ പ്രോഫിറ്റ് ഉണ്ട്, നമ്മളോട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% ചാർജ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 1,50,000ക്ക് 8% എന്ന് പറയുമ്പോൾ 12,000 വരും. അതുപോലെ 2,00,000 റുപ്പീസിന് 8% എന്ന് പറയുമ്പോൾ 16,000 വരും. സോ 12,000 1,50,000 ഇൻറ്റു 1,50,000 ഇൻറ്റു 8% equal to that is 12,000 and 1 lakh 2 lakh into 8% equal to rupees 16,000. So total 28,000 ആണ് വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് എമൗണ്ട് വരുന്നത് 28,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരും. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൽ 50,000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവർക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഈ 28,000 ഇവിടെ പ്രോഫിറ്റ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പാടില്ല, ചാർജ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ദെൻ സെക്കൻഡ് കേസ് ഡീഡിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ ലോസാണ്. ലോസുള്ളൊരു സ്ഥാപനം ഒരിക്കലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചാർജ് ചെയ്യാൻ പാടില്ല. ദെൻ തേർഡ് കേസ് നോർമൽ കേസ് തന്നെയാണ്, പ്രോഫിറ്റ് ഉണ്ട്. നമ്മളിവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1,50,000യുടെ 8% 12,000, നെക്സ്റ്റ് 16,000, ടോട്ടലി 28,000 വരുന്നുള്ളൂ. നമുക്ക് 50,000 പ്രോഫിറ്റ് ഉണ്ട്, നമുക്ക് സാധാരണ പോലെ തന്നെ ഈ എമൗണ്ടുകളോട് ചാർജ് ചെയ്യാം. ദെൻ ഫോർത്ത് കേസ്, ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡ്സ് ഫോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡീഡിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് റേറ്റ് 8% ആൻഡ് ദ ഫേം ആൻഡ് എ പ്രോഫിറ്റ് rupees 14,000. പക്ഷേ ഇവിടെ ഫേമിന് 14,000 റുപ്പീസാണ് പ്രോഫിറ്റ് ഇവിടെ വരുന്നുള്ളൂ. നമ്മൾ ലാസ്റ്റ് കേസിൽ പറഞ്ഞു, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് 28,000 വരും. ഈ എയുടെ 150, നെക്സ്റ്റ് അഭിഷേകിൻ്റെ 2,00,000 വെച്ച് നോക്കുമ്പോൾ നമുക്ക് ടോട്ടല് 28,000 റുപ്പീസാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നത്. പക്ഷേ ഇവിടെ ഫേമിൽ 14,000 പ്രോഫിറ്റ് ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എത്ര എമൗണ്ട് പ്രോഫിറ്റ് ഉണ്ടോ അത്ര വരെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മൾക്ക് ഇവിടെ 14,000 റുപ്പീസ് അവർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, അത്രയും പ്രോഫിറ്റ് അവിടെയുള്ളൂ. ഇനി അതെങ്ങനെ കൊടുക്കുമെന്ന് ചോദിച്ചാൽ അതിനൊരു റേഷ്യോ ഉണ്ട്. ഇവരുടെ ഈ 14:, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത് ഇവരുടെ ഫസ്റ്റ് ആളുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 14,000, നെക്സ്റ്റ് വരുന്നത് 16,000 ആണ്. 16,000 അനുപം ഈക്വൽ ടു 14,000 ആൻഡ് അഭിഷേക് ഈക്വൽ ടു
അഭിഷേകിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 16,000. അപ്പോൾ നമ്മൾ ഈ റേഷ്യോയിൽ ഇപ്പോൾ 3:4 എന്ന റേഷ്യോയിലായിരിക്കണം ഈ 14,000 നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോർത്ത് കേസ് എന്ന് പറയുന്നത് ഫേം നമ്മളെ ഡീഡിൽ പറഞ്ഞിട്ടുണ്ട് കൊടുക്കാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ റേറ്റ് 8%. പക്ഷേ ഫേമിന് പ്രോഫിറ്റ് വരുന്നത് 14,000 ഉള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടുപേരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരാളുടെ 12,000 അടുത്ത ആൾ 16 ഉണ്ട്. അപ്പോൾ ടോട്ടൽ 28,000 റുപ്പീസ് കൊടുക്കാനുണ്ട്. പക്ഷേ ഇവിടെ സഫീഷ്യൻറ്റ് ആകെയുള്ള പ്രോഫിറ്റ് 14,000 ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ എക്സ്റ്റെൻറ്റ് വരെ കൊടുക്കാൻ പാടുള്ളൂ 14,000. ഇനി അതിൽ ഓരോരുത്തർക്കും നമ്മൾ ഏത് റേഷ്യോ ഡിവൈഡ് ചെയ്യും. അത് ചെയ്യേണ്ട റേഷ്യോ എന്ന് പറഞ്ഞാൽ ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ റേഷ്യോ അതായത് അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് ആ 12,000 ഈസ് ടു 16,000. 14 അല്ല 12,000 ഈസ് ടു 16,000 എന്ന് പറയുമ്പോൾ റേഷ്യോ 3:4. 3:4 റേഷ്യോയിൽ അത് അവർക്ക് ചാർജ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് കേസ് എന്താണ്, പാർട്ട്ണർഷിപ്പ് ഡീൽ മെൻഷൻ ചെയ്തില്ലെങ്കിൽ നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സെക്കൻഡ്, ഇഫ് ദർ ഇസ് മെൻഷൻ ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് ബട്ട് ദ ഫേം സഫേഴ്സ് എ ലോസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലോസ് ആണെങ്കിൽ ഡീഡിൽ പറഞ്ഞാലും കൊടുക്കാൻ പാടില്ല. ദെൻ തേർഡ് കേസിൽ ആവശ്യത്തിന് പ്രോഫിറ്റ് കൊണ്ട് നമ്മളതനുസരിച്ച് സാധ്യത ചെയ്യുന്ന പോലെ റേറ്റ് എടുത്ത് കൊടുക്കുക. നമ്മൾ റേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ആൾക്ക് 12,000 നെക്സ്റ്റ് ആൾക്ക് 16,000 കൊടുക്കാം. ഫോർത്ത് കേസിൽ എന്താണ്, നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ടോട്ടൽ 28,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരും. പക്ഷേ പ്രോഫിറ്റ് 14,000 ഉള്ളൂ. അപ്പോൾ നമുക്ക് അപ് ടു ദ എക്സ്റ്റെൻറ്റ് പ്രോഫിറ്റ് അത്രേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ എന്താണ്, ഈ 14,000 നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും, ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ റേഷ്യോ ഡിവൈഡ് ചെയ്യുക. 12,000 ഈസ് ടു 16,000 റേഷ്യോ എന്ന് പറയുമ്പോൾ 3:4 അത് ഡിവൈഡ് ചെയ്തിട്ട് നമ്മളുടെ അനുപമനി കേസിൽ 6,000 അതുപോലെ തന്നെ അഭിഷേകിന് 8,000 റുപ്പീസും പ്രോഫിറ്റ് കിട്ടണം. പ്രോഫിറ്റ് അല്ല, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചാർജ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ റേഷ്യോയിൽ 12,000 ഈസ് ടു 16,000 ഇറ്റ് ഈസ് ഈക്വൽ ടു 3:4. 3:4 നമ്മൾ ഈ പ്രോഫിറ്റിനെ 14,000 3:4 ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അനുപമ ഈക്വൽ ടു 6,000 അതുപോലെ അഭിഷേക് ഈക്വൽ ടു 8,000 വരും.